പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു. മായയമുലകത്തിനിമ്പങ്ങൾ നശ്വരമേ, മനുഷ്യരെല്ലാം ഒരുപോലെ അതിൻ പുറകെ. മായയമുലകത്തിനിമ്പങ്ങൾ നശ്വരമേ, മനുഷ്യരെല്ലാം ഒരുപോലെ അതിൻ പുറകെ. അർത്ഥമില്ലാതെ ഊഴിയിൽ വാണാൽ മനുഷ്യ ജീവിതഗതിയെന്ത്? അവനിയിൽ മനുജന് സന്തോഷം നൽകുവനീശോ, അവനിയിൽ മനുജന് സന്തോഷം നൽകുവനീശോ. സർവ്വലോകം നേടിയാലും സമ്പത്തൊക്കെ കൂട്ടിയാലും സർവ്വപ്രധാനം നിന്റെ നിത്യജീവൻ. സർവ്വലോകം നേടിയാലും സമ്പത്തൊക്കെ കൂട്ടിയാലും സർവ്വപ്രധാനം നിന്റെ നിത്യജീവൻ. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ ഏറ്റെടുത്ത് മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത സമാധാന പ്രഭുവിൽ ഉത്തരം ഉണ്ടെന്നുള്ള സത്യം ഇതാ മറനീങ്ങുന്നു. Presenting the Prince of Peace with an uncompromising quality. We welcome you all for this program. ആരോ ഒരു ദൈവദാസൻ രേഖപ്പെടുത്തി 3 വിധമായ വിശുദ്ധന്മാർ അന്നുണ്ടായിരിക്കും. അപ്പം ശരിക്കും ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ പ്രസിദ്ധമായ പാട്ടുണ്ടല്ലോ, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്തിയാ നീ, കൂടെ പോരും നിൻ ജീവിത പ്രവൃത്തികളും എന്ന് പാടാറുണ്ട്. അത് ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവൃത്തിയല്ല, ആത്മരക്ഷ ദൈവത്തിന്റെ വലിയ കാൽവരിക്രൂശിലെ പ്രവൃത്തിയാൽ മനുഷ്യൻ ഒരുക്കപ്പെട്ടു. ആ രക്ഷ സ്വീകരിച്ചവര് ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്ക് ക്രിസ്തുവിന്റെ ന്യായത്തിന് മുമ്പാകെ പ്രതിഫലം കിട്ടും. അതിനെക്കുറിച്ചുള്ള പ്രവർത്തനമാണ്. അതിന്റെ ക്വാണ്ടിറ്റിക്കാണ് കർത്താവ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ കണ്ണും നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണ് ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിൽ പതിയണം എന്നുള്ള ആ ഗൗരവമായ സന്ദേശമാണ് അതിലുള്ളത്. അതെ അതെ, നമുക്ക് ആത്മാക്കളുള്ള ബന്ധത്തിൽ നാം ചെയ്യുന്നത് നിലനിൽക്കും. നമ്മുടെ പേരിനും പെരുമയ്ക്കും മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യുന്നതെല്ലാം നഷ്ടമായി പോകും, അവിടെ അസ്തമിക്കും. കർത്താവിന് അറിയാം നമ്മുടെ ഹൃദയത്തിന്റെ ഉദ്ദേശം എന്താണ്. അവൻ ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തി, ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തി, തീയോടെ വെളിപ്പെട്ടും തീ തന്നെ വെളിപ്പെടുത്തും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധനയും അത് വെളിപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പൊ എന്റെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത്, ഏതോ ഒരു ഇന്റർവ്യൂവിന് ഒരു മഹാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. എല്ലാം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ആ ഇന്റർവ്യൂ ചെയ്തയാൾ ഒരു ചോദ്യം ചോദിച്ചു, ഡിഡ് യു ഡു യുവർ ബെസ്റ്റ്? ആ ചോദ്യത്തിന് മുമ്പാകെ അദ്ദേഹത്തിന്റെ തല കുനിച്ചു എന്നാണ് ഞാൻ വായിച്ചത്. ശരിക്കും കർത്താവിന്റെ മുൻപിൽ ക്രിസ്തുവിന്റെ ന്യായത്തിന് മുമ്പാകെ ചെല്ലുമ്പോൾ ആ ക്വാളിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ചെയ്തോ, കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് അത് ചെയ്തോ എന്നുള്ളതിന് ആ പ്രസക്തി അല്ലേ? അതെ, പൗലോസും ഭയപ്പെട്ടില്ലേ, ഞാൻ കൊള്ളരുതാത്തവനായി പോകരുത്. ഇത്ര വലിയൊരു ദൈവദാസൻ ഭയപ്പെട്ടു, ഞാൻ പ്രസംഗിച്ചിട്ട് കൊള്ളരുതാത്തവനായി പോകരുത്. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെത്ര തെറ്റിലകപ്പെട്ട് ജീവിച്ചാലും അവന്റെ രക്ഷ നഷ്ടപ്പെടുന്നില്ല. അവന് ദൈവം നിത്യരക്ഷ കൊടുത്തു. അവൻ ദൈവരാജ്യത്തിൽ കാണും, സ്വർഗത്തിൽ കാണും. പക്ഷേ അവൻ ഏറ്റവും ലജ്ജിതനായി തലകുനിച്ച് എല്ലാവരാലും അത് കാണപ്പെട്ടവനായിട്ട് ലജ്ജിതനായി അവൻ അവിടേക്ക്. അതാ ഇവിടെ 1 കൊരിന്ത്യർ 3:15 താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ അവൻ അപ്പുറത്തുണ്ട്, അവന്റെ ജീവൻ അപ്പുറത്ത് വരും. എന്നെ അറിയാവുന്ന ഒരു 10,000 പേരുടെ മുമ്പാകെ എനിക്ക് ഒരു സമ്മാനമില്ലെന്ന് കാണുമ്പോൾ തന്നെ ഞാൻ ആ സ്റ്റേജിൽ എന്തുമാത്രം കുനിഞ്ഞ് ലജ്ജിച്ചിരിക്കും. ഈ ലോകത്തിലെ ഓരോ സംഭവത്തിലും അങ്ങനെയാണ്. ദൈവസന്നിധി ചെല്ലുമ്പോൾ നാം എന്ത് ഗൗരവത്തോടുകൂടെ ഈ ലോക ജീവിതത്തിൽ ഒരുങ്ങണം അല്ലേ? ഇവിടെ ഛേദം വരുമെന്ന്, ഒരുത്തന്റെ പണിത പ്രവൃത്തി വെന്തുപോയാൽ തനിക്ക് ഛേദം വരും. ഛേദം വരുമെന്നുള്ള അതിന്റെ ആശയം എന്തുവാ? നഷ്ടം എന്നുള്ളതാണോ? ഇംഗ്ലീഷിൽ വായിച്ചാൽ അതിനെക്കാട്ടി കുറച്ചുകൂടെ ആശയമുണ്ട്. If any man's work is burned, he shall suffer loss. He is not going to enjoy loss എന്നല്ല, നഷ്ടം സഹിക്കേണ്ടി വരും. He shall suffer loss. ആ ലോസിനൊരു സഫറിംഗ് ഉണ്ട്, ആ നഷ്ടത്തിനൊരു വേദനയുണ്ട്, സഹനമുണ്ട്, ഒരു വേദന. അത് നഷ്ടം എൻജോയ് ചെയ്യുമെന്നല്ല പറഞ്ഞു. ഞാനൊരു ദൃഷ്ടാന്തം പറയട്ടെ. കുവൈറ്റ് സാദം ഹുസൈൻ കയറി പിടിച്ചെടുത്തു. 15, 20, 25 വർഷം കുവൈറ്റിൽ ജോലി ചെയ്ത അനേക ഇന്ത്യക്കാരുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും പലരുടെയും സേവിങ്സുകൾ അവിടെ തന്നെ വെച്ചിരുന്നു. ഒരു രാത്രി സാദം ഹുസൈൻ ഇതെല്ലാം പിടിച്ചെടുത്തു. ഇവരെങ്ങനെയോ വഴിയിൽ കൂടെ യാത്ര ചെയ്ത് ജോർഡാനിൽ വന്ന് തിരിച്ച് കേരളത്തിൽ വന്നു. മനോഹരമായ വീടും ഭക്ഷണവും ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ 20, 25 വർഷം അവർ ജോലി ചെയ്തതെല്ലാം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടതിന്റെ ഓർമ്മകൾ വേദനയാണോ സന്തോഷജനകമാണോ? ഞാൻ വീട്ടിൽ വന്നല്ലോ,
ആ സന്തോഷമാണോ ആ നഷ്ടത്തിന് വേദനയുണ്ടോ? അത് നിലനിൽക്കുന്ന വേദനയാണ്, ഓൺഗോയിങ് പെയിനാണ്. ആ നഷ്ടത്തിനൊരു വേദന ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ജീവിതവും ആയുസ്സും ആരോഗ്യം തന്ന പിന്നെയും ആ നഷ്ടപ്പെട്ട പണം ഉണ്ടാകാം. നിത്യമുള്ള ബന്ധത്തിൽ സ്ഥാനങ്ങളും മാനങ്ങളും നിർണ്ണയിക്കപ്പെട്ട് ജീവിതത്തിൽ പിന്നീട് നമുക്ക് ഒരു അവസരം കിട്ടാതെ നിത്യത നിശ്ചയിക്കപ്പെടുമ്പോൾ അവന്റെ പ്രവൃത്തികൾ, അവന്റെ ജീവിതം, അവനുണ്ടാക്കിയ പണം, അവന്റെ ജീവിതം, അവന്റെ സകലവും നഷ്ടപ്പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ അവനൊരു സഫറിംഗ് ഉണ്ട്. ഒരു പക്ഷേ ഇതാണോ കർത്താവ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെയാണെന്ന് പറയുന്നില്ല. ലൂക്കോസ് 12 ഒരു സൂചനയുണ്ട്. അതായത് ലൂക്കോസ് 12:41 വാക്യം വായിക്കുമ്പോൾ, യജമാന്റെ ഇഷ്ടം അറിഞ്ഞിട്ടും ഒരുങ്ങാത്ത ദാസൻ, യജമാന്റെ ഇഷ്ടം അറിഞ്ഞിട്ടും ഒരുങ്ങിയ ദാസൻ. ഞാൻ ഇതാണ് അതെന്ന് പറയുന്നില്ല, പക്ഷെ ഒരു സൂചന നമുക്ക് ലൂക്കോസ് 12:41 വാക്യത്തിലെ എങ്കിലും അതൊരു ഭയനിർദ്ദേശമാണ് എന്നുള്ളത് പ്രത്യേക ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അവിടെ പറയുന്നുണ്ട് ഒരു വേദനയെക്കുറിച്ച്. അതിന്റെ 48 വാക്യം ഒന്ന് വായിക്കാം. 12:48. അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറെ അടി കൊള്ളും, വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. നോക്കുക, അവന്റെ ഇഷ്ടം അറിഞ്ഞിട്ടും, അതിന്റെ 47, യജമാന്റെ ഇഷ്ടം അറിഞ്ഞിട്ടും ഒരുങ്ങാതെ അവന്റെ ഇഷ്ടം ചെയ്യാതെ വരുന്ന ദാസന് വളരെ അടി കിട്ടും, വളരെ അടി കൊള്ളും. ഇത് അടിക്കുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, ഞാനത് വ്യാഖ്യാനിക്കോ അതിന്റെ കാര്യത്തിലൊക്കെ ഇടപെടുന്നില്ല. പക്ഷെ ഒരു സഫറിംഗ് ഉണ്ടെന്നുള്ളത് ഇവിടെ കൊരിന്ത്യലേഖനത്തിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. ആ വെളിപ്പാട് എങ്ങനെയാണ്, എന്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെങ്കിൽ ആ സഫറിങ്ങിനൊരു പെയിൻ ഉണ്ടെന്നുള്ളതും വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു ദൈവദാസൻ പറഞ്ഞതോടെ പറഞ്ഞ ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. 3 വിധമായ വിശുദ്ധന്മാരെങ്കിലും അവിടെ ഉണ്ടായിരിക്കും. ഒന്ന്, അദ്ദേഹം പറഞ്ഞു, ലോത്തിനെ പോലെയുള്ള വിശ്വാസികൾ, കഷ്ടിച്ച് രക്ഷപ്പെട്ടവൻ. ലോത്ത് പത്രോസിന്റെ ലേഖനത്തിൽ അവൻ നീതിമാനായിരുന്നു, എന്നാൽ വലഞ്ഞുപോയി. താനോ രക്ഷിക്കപ്പെട്ടു തീയിൽ കൂടെ എന്ന പോലെ. എല്ലാം നഷ്ടപ്പെട്ടു, നേടിയതെല്ലാം നഷ്ടപ്പെട്ടു, അവൻ ഓടിപ്പോയി. താനോ രക്ഷിക്കപ്പെടും തീയിൽ കൂടെ എന്നുള്ളവരുടെ ഒരു പ്രതീകം. 2, ക്രൂശിൽ വെച്ച് രക്ഷിക്കപ്പെട്ട കള്ളനെ പോലെയുള്ള വിശുദ്ധന്മാർ. ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വായു കൊണ്ട് ഏറ്റു പറഞ്ഞു, കൈകളും കാലുകളും ആണി കൊണ്ട് അടിക്കപ്പെട്ടു. അവരെ പിന്തുടരാൻ ഒരു പ്രവൃത്തിയുമില്ല. അവർ സ്വർഗത്തിൽ പോയി, പക്ഷെ ഒരു പ്രവൃത്തിയുമില്ല. അനേകർ കർത്താവിനെ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ടു, എന്നാൽ ഒരു പ്രവൃത്തിയും അവർ കർത്താവിന് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഒരു കൂട്ടം വിശുദ്ധന്മാരുണ്ടായിരിക്കും. 3, പൗലോസിനെ പോലുള്ള വിശുദ്ധന്മാർ. ജീവിതത്തിന്റെ അന്ത്യത്തിൽ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയെടുക്കരുത് എനിക്കായി വെച്ചിരിക്കുന്നു. ജീവിതം ഡിസിപ്ലിൻ ചെയ്ത്, ചിന്തകളെ ഡിസിപ്ലിൻ ചെയ്ത്, യാതൊരു ഫൗളും കാണിക്കാതെ ദൈവഹിതം പൂർണ്ണമായി നിവർത്തിച്ച് തനിക്കുള്ള പ്രതിഫലം ഉണ്ടെന്നുള്ള ഉറപ്പുള്ള വിശുദ്ധന്മാർ. ഏത് കൂട്ടത്തിലാകാൻ ആഗ്രഹം? ലോത്തിനെ പോലുള്ള വിശ്വാസികൾ, ക്രൂശിലെ രക്ഷിക്കപ്പെട്ട കള്ളനെ പോലുള്ള വിശ്വാസികൾ, പൗലോസിനെ പോലുള്ള വിശ്വാസികൾ. തീർച്ചയായിട്ടും ഈ ക്രിസ്തീയ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള മുന്നറിയിപ്പുകൾ തിരുവെഴുത്തുകൾ നമുക്ക് തരുന്നുണ്ട്. ബൈബിൾ വായിക്കുക, ബാക്ക് ടു ദ ബൈബിൾ, ബൈബിളിലേക്ക് തിരിച്ചു വരിക. തിരുവചനത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, അത് വായിച്ച് വിശ്വസ്തയോടെ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. തിരുവെഴുത്തുകൾ കയ്യിലെടുത്തവർ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നവർ, ദൈവമക്കൾ എന്ന് പറയുന്നവർ ലോകത്തിന് മുമ്പിൽ ഒരു ചപ്പും ചവറുമായിട്ടുള്ള അവസ്ഥയിൽ മുന്നേറാതെ ആത്മാർത്ഥ ഹൃദയത്തോടെ അവിടുത്തെ അനുഗമിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ ചിന്തകൾ അതിന് പ്രോത്സാഹനമാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഈ വിലയേറിയ ഘനതരമായ ക്രിസ്തീയ ജീവിതത്തിന്, ക്രിസ്തീയ ജീവിതത്തിലെ ഓട്ടക്കളത്തിൽ, ക്രിസ്തീയ ജീവിതത്തിലെ പോരാട്ടത്തിൽ, ക്രിസ്തീയ ജീവിതമാകുന്ന ആ പണിയിൽ സാരമായ ഗൗരവതരമായ ചിന്തകൾ തിരുവചനാടിസ്ഥാനത്തിൽ പറഞ്ഞു തന്ന സാറിന് പ്രത്യേകം ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ ഭയങ്കരത്വം എന്തായിരിക്കും? ശരീരത്തെയും മനസ്സിന്റെ ചിന്തകളെയും ഡിസിപ്ലിൻ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം. ക്രിസ്തു ശിഷ്യനായ പൗലോസ് ജീവിതകാലത്ത് ഭയപ്പെട്ട ഒറ്റ ഒരു സംഗതി, നാണക്കേട് വരുന്ന നാളെ ഓർത്ത് ഇന്ന് നന്നായി നടക്കാൻ. ചോദ്യോത്തര പരിപാടിയിലേക്ക് വീണ്ടും സാറിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യോത്തര പരിപാടിയിൽ ദൈവസന്നിധിയിൽ ദൈവത്തെ അറിയുകയും ദൈവത്തെ വേണ്ട വിധത്തിൽ പ്രസാദിപ്പിക്കാതെ ജീവിച്ച് മരിച്ചു പോകുന്നവരുടെ പ്രതിഫലം നഷ്ടപ്പെടും എന്നുള്ള ആ ഭാഗം വളരെ വിശദമായിട്ട് പറയുകയുണ്ടായി. എന്നാൽ അവരുടെ പ്രതിഫലം നിലനിൽക്കും, അവരുടെ പ്രവൃത്തി നിലനിൽക്കും എന്ന് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ പ്രതിഫലം നിലനിൽക്കും എന്നതുകൊണ്ട് അവർക്ക് എന്താ കിട്ടുന്നത്? ശരിക്കും പ്രതിഫലം എന്ന് പറഞ്ഞാൽ അതെന്താ അവിടെ കിട്ടുന്നത്? പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. അതെ, ബൈബിള് വളരെ വിശദമായി വ്യക്തമാക്കുന്ന ഒരു വസ്തുതയാണ് വിശുദ്ധന്മാരുടെ പ്രതിഫലം. കർത്താവായ യേശുക്രിസ്തു അവസാനമായി ദൈവസഭയോട് വാഗ്ദത്തം ചെയ്യുന്നതും 22-ാം അധ്യായത്തിന്റെ വെളിപാട് പുസ്തകം 22-ന്റെ 12-ാം വാക്യത്തില്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന്
അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ വേഗം വരുന്നു. കർത്താവ് വരുന്നത് ഓരോ വിശുദ്ധനും പ്രതിഫലം കൊടുപ്പാനായിട്ടാണ്. ആ പ്രതിഫലത്തോടുള്ള ബന്ധത്തിൽ തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒക്കെ നോക്കിയാൽ ഇവിടെ നമ്മൾ വായിച്ചപ്പോൾ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം. അതെ. മാത്യു 10:16-27 അപ്പോൾ അവൻ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യും. വീണ്ടും 2 കൊരിന്ത്യർ 5:10 ശരീരത്തിരിക്കുമ്പോൾ ചെയ്യും നല്ലതാകലും തീയകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്. ഇവിടെ എല്ലാം ഒരു പദമുണ്ട്, തക്കവണ്ണം, ഒത്തവണ്ണം. 1 കൊരിന്ത്യർ 3:8 നമ്മൾ വായിക്കുന്നിടത്ത് ഓരോരുത്തരും താൻ തൻ്റെ അധ്വാനത്തിന് ഒത്തവണ്ണം. അപ്പം ഒത്തവണ്ണം, തക്കവണ്ണം, അനുസരിച്ച് എന്ന് പറഞ്ഞാൽ അവൻ ചെയ്ത പ്രവൃത്തി ഒന്നും വിട്ടുകളയാതെ, അവൻ ചെയ്ത പ്രവൃത്തിയിൽ കൂടുതലായിട്ട് ഒന്നും കൊടുക്കാതെ, അവനവൻ്റെ പ്രവൃത്തിക്ക് അനുസരിച്ച് ഒരു പ്രതിഫലം കൊടുക്കുന്ന ദൈവസന്നിധിയിൽ നീതിയായിട്ടുള്ള ഒരു വസ്തുതയാണ്. അത് ശരി. അപ്പൊ പ്രതിഫലം എന്നുള്ളത് വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു വസ്തുതയാണ്. എബ്രായലേഖനം 11:6 വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർ പ്രതിഫലം കൊടുക്കുന്നവനാണെന്നും വിശ്വസിക്കേണ്ടതാണ്. അപ്പം ദൈവം പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവമാണ്, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണ്. ആ പ്രതിഫലം ധാരാളമായി ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനേക ഭക്തന്മാർ തങ്ങളുടെ ജീവിതം ഈ വിധത്തിൽ സമർപ്പിക്കപ്പെട്ടപ്പോൾ ഭാവിയോടുള്ള ബന്ധത്തിൽ ഒരു പ്രതിഫലം നോക്കിക്കൊണ്ടാണ് അവർ ഈ ഭൂമിയിൽ കഷ്ടപ്പെട്ടതും തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതും മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതും ഒക്കെ ഈ പ്രതിഫലത്തെ മുന്നേ കണ്ടുകൊണ്ടാണ്. ആ പ്രതിഫലം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ആ പ്രതിഫലം എന്നൊന്ന് വ്യക്തമാക്കാമോ? എന്താണ് ആ പ്രതിഫലം എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി നോക്കാം. മോശമുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം കൊണ്ടൊന്ന് പറഞ്ഞിട്ട് വിടാം. മോശമുള്ള ബന്ധത്തിലും എബ്രായലേഖനം 11-ാം അധ്യായം നോക്കിയാട്ടെ. മോശ നമുക്ക് വളരെ വ്യക്തമായിട്ടിത് വിശുദ്ധന്മാർ ആഗ്രഹിക്കേണ്ട ഒരു വസ്തുതയാണെന്നുള്ളതിൻ്റെ ഒരു തെളിവിടെ 11:25-26 വാക്യം നോക്കിയാട്ടെ. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. മോശ പ്രതിഫലം നോക്കിക്കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടാതെ നാം ഇവിടെ വായിക്കുന്ന മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന വലിയ ധനം എന്നെണ്ണി. മറ്റൊരു ചിന്ത, കൊട്ടാരത്തിന് പകരം മരുഭൂമിയിലെ ഒരു കൂടാരം തിരഞ്ഞെടുത്തു. മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാട്ടിൽ ദൈവജനത്തിന്റെ കഷ്ടം തിരഞ്ഞെടുത്തു. താനൊരു തിരഞ്ഞെടുപ്പ് നടത്തുകയാണ്. ഈ കൊട്ടാരവും വേണ്ട, ഈ മിസ്രയീമിലെ മഹത്വവും വേണ്ട, ഫറവോന്റെ പുത്രി എന്ന് വിളിക്കപ്പെടുന്ന വേണ്ട, ഇതൊക്കെ വിട്ടിട്ട് ദൈവജനത്തോട് ചേർന്ന് മരുഭൂമിയിൽ കഷ്ടമനുഭവിച്ച് കൂടാരത്തിൽ പാർക്കുവാൻ മോശ തിരഞ്ഞെടുക്കുന്നത് പരിശുദ്ധാത്മാവോട് രേഖപ്പെടുത്തി പ്രതിഫലം നോക്കിയത് കൊണ്ട്. അതിന്റെ പ്രതിഫലം താൻ ലക്ഷ്യം വെച്ചു. അപ്പൊ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്ന പ്രതിഫലം കൊടുക്കുന്നവനാണെന്നും വിശ്വസിക്കണം. ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ റോമാലേഖനത്തിൽ വായിക്കുന്നു, പ്രവർത്തിക്കുന്നവന് കൂലി കടമായിട്ടെണ്ണുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വിശദീകരണം, അതായത് നാം ഇന്ന് പ്രവർത്തിച്ചിട്ട് നമുക്ക് ഒരു ദിവസത്തിന്റെ അന്ത്യം അല്ലെങ്കിൽ മാസത്തിന്റെ അന്ത്യത്തിൽ നമ്മൾ കൂലി കിട്ടും. ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുന്നവന് ആ കൂലിയൊക്കെ കടമായിട്ട് ദൈവം എഴുതി വെക്കുകയും പ്രതിഫലം വീതിക്കുന്ന നാളിൽ ന്യായവിസ്താര ദിവസത്തിൽ കൃത്യമായിട്ട് അവന് കൊടുക്കുകയും ചെയ്യും. അതാണ് പ്രതിഫലമായിട്ട് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഈ പ്രതിഫലത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളപ്പോൾ നമ്മുടെ സ്ഥാനങ്ങൾക്ക്, നമ്മുടെ മാനത്തിന്, നമ്മുടെ അതുപോലെ തേജസ്സിനൊക്കെ വ്യത്യാസമുണ്ട്. തേജസ്സിന് വ്യത്യാസമുണ്ട്. അത് വാസ്തവത്തിൽ നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. നമ്മൾ കർത്താവിന്റെ വരവിൽ എല്ലാവരും തേജസ്കരിക്കപ്പെടും. സത്യമാണ്, തേജസ്കരിക്കപ്പെടുമെന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനു മുമ്പ് പറഞ്ഞ പോലെ ഈ ശരീരത്തിൽ അടക്കം ചെയ്യപ്പെടുന്ന ശരീരങ്ങളൊക്കെ കർത്താവിന്റെ വരവിൽ എഴുന്നേറ്റ് കർത്താവിന്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോട് അനുരൂപമായിട്ട് രൂപാന്തരപ്പെടും. ഗ്ലോറിഫൈഡ് ബോഡി ലഭിക്കും. ഗ്ലോറിഫൈഡ് ബോഡി മാത്രമല്ല, അവനെ കണ്ടപ്പോഴൊക്കെ അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുന്നു, അവന്റെ വസ്ത്രം വെളുത്ത ഹിമം പോലെ വെള്ളയാണ്. കർത്താവ് ഒരു തേജസ്കരിക്കപ്പെട്ട ഒരു മനുഷ്യരൂപമാണെങ്കിലും മനുഷ്യരൂപമല്ല, ഒരു തേജസ്കരിക്കപ്പെട്ട രൂപത്തിലാണ്. നാം തിരുവനന്തപുരത്തിൽ വായിക്കുന്നു, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ തങ്ങളുടെ രക്ഷാനായകനെ കഷ്ടാനുഭവത്തിൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അപ്പൊ കർത്താവ് വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ തേജസ്കരിക്കപ്പെടും. എന്നാൽ ആ തേജസ്സിനുള്ള ബന്ധത്തിൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായം എടുത്താട്ടെ. 15-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യം. 15-41 വാക്യം. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. കണ്ടോ, നക്ഷത്രങ്ങൾക്ക് പോലും തേജസ്സിൽ വ്യത്യാസമുണ്ട്. അത് പഠിക്കുന്നവരും സൂക്ഷിക്കുന്നവരും പറയുന്നുണ്ട്. ഈ നമ്മൾ നോക്കിയ നക്ഷത്രങ്ങളൊക്കെ ഏതാണ്ട് ഒരുപോലെ, പക്ഷെങ്കിൽ അതിന്റെ നിറങ്ങൾക്ക് വ്യത്യാസമുണ്ട്. നക്ഷത്രശാസ്ത്രം പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ഇത് ശരിയാണെന്ന് വെച്ചിരിക്കുക, ശരിയാണെന്ന് പറയുന്നു. അതിന്റെ തേജസ്സിലൊരു വ്യത്യാസങ്ങളുണ്ട്.
അവൾ മരിച്ചവരുടെ പുനരുത്ഥാനം ഔണ്ണമാണെന്ന് രേഖപ്പെടുത്തിയപ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ചു. സെയിന്റ് അഗസ്റ്റിന്, അതുപോലെ തന്നെ ഡോക്ടർ എച്ച് ഐൻസ്റ്റൈൻ, അനേക പിതാക്കന്മാർ രേഖപ്പെടുത്തിയത് ഞാൻ വായിച്ചു. സ്വർഗം അവർക്ക് ഒന്നാണെങ്കിലും അവരുടെ തേജസ്സിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ ലോകത്തിൽ കർത്താവിനോടുള്ള സമർപ്പണവും ആ വിശുദ്ധിയെ ആസ്പദമാക്കി അതവിടെ പ്രതിഫലിക്കും. ഇന്ന് ഒരു ജഡികനായി ജീവിക്കുന്ന വിശ്വാസിയും ഒരു ആത്മീകനായി ജീവിക്കുന്ന വിശ്വാസിയും ഒരുപോലെ തേജസ്കരിക്കപ്പെടുന്ന ദൈവനീതിക്ക് ചേരുന്നതല്ല. തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച് വിശുദ്ധനായി ഇവിടെ ജീവിച്ച് സമർപ്പിക്കപ്പെട്ട ഒരു വിശ്വാസി, വളരെ ജഡികനായി ജീവിച്ചൊരു വിശ്വാസി, അവർ രണ്ടുപേരും രക്ഷിക്കപ്പെട്ടതിനാൽ സ്വർഗത്തിൽ പോകും. എന്നാൽ അവിടെ ഈ ലോകത്തിലുള്ള അവരുടെ സമർപ്പണവും വിശുദ്ധി അനുസരിച്ച് ആ തേജസ്സിൽ വ്യത്യാസം ഉണ്ടാകും. നമ്മൾ തിരുവനന്തപുരത്തിൽ വളരെ വ്യക്തമായി വായിക്കുന്നു, ദാനിയേലിന്റെ പുസ്തകം 12:3, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിൽ തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്തുവെന്നും ശോഭിക്കും. അതെ, നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. നമുക്കറിയാം ഇന്ന് ജനസമൂഹത്തിന്റെ മൊത്തത്തിൽ നക്ഷത്രങ്ങളുണ്ട്, ഉണ്ടോ? സ്പോർട്സ് സ്റ്റാർസുകള്, ഫിലിം സ്റ്റാറുകളെ, നമ്മൾ അങ്ങനെയുള്ളവരെ വായിക്കുന്നത്. ജനസമൂഹത്തിന്റെ മധ്യത്തിൽ അവർ തിളങ്ങുകയാണ്. അവര് ഒരു പ്രത്യേക ഐഡന്റിറ്റിയാണ്, സ്പോർട്സ് സ്റ്റാർ, ഫിലിം സ്റ്റാർസ്. എന്നാൽ ഇവിടെ പറയുന്നു വി ആർ ഗോയിങ് ടു ബി ഹെവൻലി സ്റ്റാർസ്. കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ, പലരെയും നീതിയിലേക്ക് തിരിക്കുന്ന നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്ന് ശോഭിക്കും. ഇവിടെ വിശുദ്ധന്മാരുടെ സമർപ്പണവും ജീവിതവും അത് പ്രതിഫലിക്കാൻ പോകും. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, നീതിമാനും ദുഷ്ടനും തമ്മിൽ, ദൈവത്തെ സേവിച്ചവനും സേവിക്കാത്തവനും തമ്മിൽ വ്യത്യാസം വീണ്ടും നിങ്ങൾ കാണും. അപ്പൊ ദൈവത്തെ സേവിച്ചവനും സേവിക്കാത്തവനും തമ്മിൽ ഈ തേജസ്സിലൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മുടെ നിറത്തിലൊക്കെ വ്യത്യാസമില്ലേ? വ്യത്യാസമുണ്ട്, നമ്മൾ തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. ഞാനൊരു അമേരിക്കൻ കമ്പനിക്ക് ജോലി ചെയ്തു. ലോകത്തിൽ ഒരുപാട് നാഷണൽസിന്റെ കൂടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ എത്ര വെൽ ഡ്രസ്ഡ് ആണെങ്കിലും എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയത് ഈ ജോർഡാനിയങ്ങളുടെ അടുക്ക പോയി നിൽക്കുമ്പോഴാണ്. അവരുടെ ചെള്ളയൊക്കെ റോസ് കളറാണ്, പിങ്ക് കളറാണ്. ഒരു സായിപ്പനൊരു വെളുത്ത നിറമാണെങ്കിലും ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഈ ജോർഡാനിയൻസ് ഒക്കെ ഒരു പിങ്ക് കളർ പോലെ. നമ്മൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ ഞാൻ അമേരിക്കൻ കമ്പനിക്ക് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അടുത്ത് പോയി നിൽക്കുമ്പോൾ എനിക്കൊരു ഓക്വേർഡ്നെസ് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു പാഠം എന്നെ പഠിപ്പിച്ചു. എൻ്റെ അപ്പൻ്റെ നിറവ് എനിക്ക് കിട്ടി, ഇന്നൊരു തെരഞ്ഞെടുപ്പ് സാധിക്കുകയല്ല. എന്നാൽ അന്ന് അനേക വിശുദ്ധന്മാർ തേജസ്കരിക്കപ്പെടുന്ന നാളിൽ അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നും ശോഭിക്കും. ആ ശോഭയിലേക്കുള്ള യാത്രയിലാണ് നമ്മളെന്ന്. അപ്പോൾ പ്രതിഫലത്തോടുള്ള ബന്ധത്തിൽ ആ ശോഭയിൽ വ്യത്യാസമുണ്ടെന്നുള്ളത് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ സ്ഥാനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. പൊസിഷൻസിന് വ്യത്യാസമുണ്ട്. പലരും ചിന്തിക്കുന്നത് സ്വർഗം സോഷ്യലിസമാണെന്ന്. സ്വർഗത്തിൽ എല്ലാവരും തുല്യരാണ്. അങ്ങനെയാണോ നമുക്ക് നോക്കിയാൽ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച വാക്കെടുത്താൽ മതി. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ സ്വർഗം സോഷ്യലത്തിന്റെ ഒരു സ്ഥലമല്ല. വിശുദ്ധന്മാരുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം നോക്കി. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്നഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവർ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. സ്വർഗരാജ്യത്തിൽ ചെറിയവനുണ്ട്. അടുത്ത ഭാഗം, അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. നമ്മുടെ കർത്താവ് പറഞ്ഞു സ്വർഗത്തിൽ ചെറിയവനുണ്ട് വലിയവനുണ്ട്. വേറൊരു ഡിഗ്രി നോക്കിയേ, അതിന്റെ 18-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. മത്തായി തന്നെ നമ്മുടെ കർത്താവ് പറഞ്ഞ 3 വാക്യമേ ഞാൻ എടുക്കുന്നുള്ളൂ. 18-ന്റെ 4-ാമത്തെ വാക്യം. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. അപ്പൊ നോക്കിയേ, സ്വർഗത്തിൽ ചെറിയവൻ, സ്വർഗത്തിൽ വലിയവൻ, സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ. ആര് പറഞ്ഞതാ? ഇത് കർത്താവ് പറഞ്ഞതാ. അതെ, കർത്താവിന്റെ തന്നെ വാക്കുകൾ, കർത്താവിന്റെ വാക്കുകളാ. ഇവിടെ കർത്താവ് തന്നെത്താൻ താഴ്ത്തി, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ദൈവജനത്തിന്റെ മധ്യത്തിൽ താഴുവാൻ, ഒരു ദാസന്റെ വേഷം എടുക്കുവാൻ, ശുശ്രൂഷിപ്പാൻ, വിനയപ്പെടുവാൻ. ഇന്നൊക്കെ അങ്ങനെയാണോ? ആത്മീയഗോളത്തിൽ വലിയ സ്ഥാനങ്ങളും മാനങ്ങളും അല്ലേ തിരഞ്ഞെടുക്കുന്നത്? തീർച്ചയായിട്ടും. വാസ്തവത്തിൽ ദുഃഖകരമായ ഒരു കാര്യം, എല്ലാവരും ഐ സ്പെഷ്യലിസ്റ്റുകളാണ്. സ്വയത്തിൽ ആശ്രയിച്ച ആൾക്കാരെ മുന്നോട്ട് പോകും. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളിൽ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവൻ ദാസനെ പോലെ. ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഒരു ദാസനെ പോലെയാണ്. അവൻ മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുക്കുവാൻ അവൻ വന്നു. അവൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം. അതുകൊണ്ട് ദൈവനെ ഉയർത്തി. സാർ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ അടുത്ത തവണ ഒരു പുസ്തകം വായിച്ചപ്പോൾ, ഈ ലോകത്തിൽ ദൈവം മനുഷ്യനാവതാരം ചെയ്തു വന്നപ്പോൾ തന്റെ ശിഷ്യന്മാരെ അവരുടെ കാലുകൾ കഴുകുന്ന ഒരു ചിത്രകാരന്റെ ഭാവനയിൽ ഒരു ചിത്രം ഞാൻ കാണുകയുണ്ടായി. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിത്രം കണ്ട് എന്റെ കണ്ണുകൾ നിറഞ്ഞു. എത്ര ഉന്നതനായിരിക്കുന്ന ദൈവം ഒരു മനുഷ്യനായിട്ട് മനുഷ്യനെ തേടി ലോകത്തിൽ വന്നിട്ട് ആ ഉളുമ്പ് നാറുന്ന മീൻപിടുത്തക്കാരായ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയെന്ന് പറഞ്ഞാൽ ശുശ്രൂഷ ഏൽക്കുവാനല്ല, ശുശ്രൂഷ കൊടുക്കുവാൻ വന്ന കർത്താവ് അല്ലേ? അതെ, എന്തോ ഒരു നല്ല മാതൃകയാണത്. ക്രിസ്തീയ ശിഷ്യന്മാർ, ക്രിസ്തുവിന്റെ അനുകാരികൾ വാസ്തവത്തിൽ ദാസവേഷം എടുക്കേണ്ടത് ആവശ്യമാണ്. അവര് മറ്റുള്ളവരുടെ ശുശ്രൂഷകൾ മേടിപ്പാനല്ല, തന്നെത്താൻ താഴ്ത്തിക്കൊടുക്കും. അങ്ങനെ താഴ്ത്തുന്നവരെ കർത്താവ് മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. നോക്കുക, ഇത് വെളിപ്പാട് പുസ്തകം എടുത്താട്ടെ, 19-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. സ്വർഗത്തിൽ ആഹ്വാനം ചെയ്യുകയാണ് ആരാധിപ്പാൻ.
ഭാവിയോടുള്ള ബന്ധത്തിൽ. അതിന് 4-ാം വാക്യം നോക്കിയാട്ടെ, അങ്ങനെയാണോ നോക്കാം. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവനുമായുള്ളവരെ അവനെ വാഴ്ത്തുവിൻ എന്ന് പറയുന്ന സ്വർഗത്തിൽ ആരാധിപ്പാൻ ആഹ്വാനം ചെയ്തപ്പോൾ അവന്റെ ഭക്തന്മാരായ ചെറിയവരും വലിയവരുമായുള്ളവരെ. 11-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, 11:18 വെളിപാട് 11:18. ഇതും സ്വർഗത്തിലെ കാഴ്ചയാണ്. നിന്റെ കോപവും വന്നു, മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായ നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുള്ള കാലവും വന്നു. അവിടെ നോക്കുക, ചെറിയവരും വലിയവരും. അങ്ങനെ പറഞ്ഞിട്ട് ചെറിയവരും വലിയവരുമായ നിന്റെ ഭക്തന്മാരുടെ കൂട്ടത്തിൽ ചെറിയവരും വലിയവരും ഉണ്ട്. അവിടെ ചെറുതുവരും വലിയവരും എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രായത്തിന്റെ വല്ല പരാമർശനമാണോ? ഒക്കെ വ്യത്യാസത്തിന്റെ അതൊന്നുമല്ല. അല്ല, ഭക്തന്മാരുടെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ വായിച്ചു മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, എന്റെ ഏറ്റവും ചെറിയ കൽപ്പനയിൽ ഒന്നഴിക്ക്. ഏറ്റവും ചെറുതാ, വലുതല്ല, ഗൗരവപൂർണമായ കൽപ്പനകളല്ല. ഏറ്റവും ചെറിയ കൽപ്പനയിൽ ഒന്നഴിച്ച് അങ്ങനെ പഠിപ്പിച്ചാൽ അവൻ സ്വർഗത്തിൽ പോകത്തില്ലെന്നല്ല പറഞ്ഞ്, സ്വർഗത്തിൽ അവന് ഏറ്റവും ചെറിയവനായിരിക്കും. അപ്പം സ്വർഗത്തിൽ നിനക്ക് മാനം വേണമെങ്കിൽ, സ്ഥാനം വേണമെങ്കിൽ, കർത്താവ് പറഞ്ഞില്ലേ, എന്നെ സ്നേഹിക്കുന്നവന്റെ കൽപ്പന കാക്കും, പ്രമാണിക്കുക. അവനോട് സ്നേഹമുണ്ടെന്ന് വെളിപ്പെടുത്തുന്നത് അവൻ പറഞ്ഞ കൽപ്പന അതുപോലെ അനുസരിക്കുന്നതാണ്. അല്ലാതെ ഒരു പടത്തിന്റെ മുന്നിൽ പോയി നിന്ന് ക്രിസ്തുവാണെന്ന് ധരിച്ചൊരു പടത്ത് കർത്താവ് നിന്നെ സ്നേഹിക്കുന്നെന്ന് പറയുന്നതല്ല. ആ സ്വർഗീയ വചനങ്ങളിൽ കണ്ണുപതിപ്പിച്ച് ആ സ്വർഗീയ വചനങ്ങൾക്കനുസരിക്കുവാനുള്ള ആമേൻ അദ്ദേഹം പറയണം, അല്ലേ? അതെ, അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. അതുപോലെ 2ാമത് കർത്താവ് പറഞ്ഞു, എന്റെ ഏറ്റവും ചെറിയ കൽപ്പന ഒന്ന് അഴിച്ച് അങ്ങനെ പഠിപ്പിച്ചാൽ അവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കും. അപ്പൊ സ്വർഗത്തിൽ ചെറിയവനുണ്ട്, വലിയവനുണ്ട്. വിനയപ്പെടുന്നവൻ സ്വർഗത്തിൽ ഏറ്റവും വലിയവനായിത്തീരും. നമ്മളിവിടെ ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്, ഈ വചനത്തെ അഴിച്ചു പഠിപ്പിക്കുക, ഇത് ഗൗരവമേറിയ കാര്യമാണ്. അഴിച്ചു പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് തിരുത്തൽ വരുത്തി. 2 കൊരിന്ത്യർ ഒന്ന് എടുത്താട്ടെ. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ, ഈ കേൾവിക്കാരിൽ ഒരുപക്ഷെ ചിലരെങ്കിലും ഇതൊന്ന് കേട്ടിരുന്നെങ്കിലും നന്നായിരുന്നു. 2 കൊരിന്ത്യർ 2:17 പൗലോസ് പറയുന്ന വാക്ക് പലപ്പോഴും ഞാൻ അത് ഓർക്കാറുണ്ട്. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന ക്രിസ്തു സഭയിലെ ഏറ്റവും ഉന്നതനായിരുന്ന പൗലോസ്ലീഹ പറയുന്നത്, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെ അല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. നോക്കുക, ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെ അല്ല. അപ്പോൾ അനേകരെന്താ ചെയ്യുന്നേ? ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്നു. അനേകർ ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ അല്ലെന്ന് പറയുക. അങ്ങനെ അല്ലാത്തൊരു ചെറിയ സമൂഹമേ ഉള്ളൂ ലോകത്തിൽ. എല്ലാ കാലത്തും അങ്ങനെ ഒരു സമൂഹം ഉണ്ട്. 2432 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയ ബൈബിളിലെ സെഖര്യാ പ്രവചനം 14-ാം അധ്യായം 12-ാം വാക്യം നിവൃത്തിയാകുന്നതും ഇനിയും നിവർത്തിക്കുന്നതും എപ്പോൾ? ന്യൂക്ലിയർ യുദ്ധത്തെപ്പറ്റി, ഉൽക്കകൾ പതിക്കുന്നതിനെപ്പറ്റി, ഇസ്രയേലിന്റെ ലംഘനങ്ങൾ, ഏകലോക ഗവൺമെന്റ്, ഏകലോക നേതാവായ എതിർ ക്രിസ്തു, ലോക ചരിത്രത്തിൽ വന്നുപോയ സാമ്രാജ്യങ്ങളെപ്പറ്റിയും ബൈബിൾ, 666 സംഖ്യയും മൃഗത്തിന്റെ സംഖ്യയും, അന്തർദേശീയ പണമിടപാടുകൾക്കുള്ള സ്വിഫ്റ്റ് സംവിധാനം. ഈ വിഷയ പഠനങ്ങൾ ഉൾക്കൊള്ളുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള അന്ത്യനാഴിക എന്ന ഓഡിയോ MP3 CD. അതെ, ലോകാന്ത്യത്തെ പറ്റിയുള്ള ബൈബിളിന്റെ മുഴുവൻ പ്രവചനങ്ങളും കോർത്തിണക്കി അക്കവും പുള്ളിയും ഇട്ട് വിശദീകരിക്കുന്ന, ഒടുവിൽ എന്ത് ഭവിക്കും എന്ന് വിശദമാക്കുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മനോഹര MP3 CD. അന്ത്യനാഴിക. ദേശീയ അന്തർദേശീയ വേദികളിൽ ശ്രദ്ധേയരായ റേഡിയോ TV പ്രഭാഷകരും ബൈബിൾ പ്രവചന പണ്ഡിതരുമായ ബ്രദർ ജോൺ P. തോമസ് കൊച്ചി, ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ കോട്ടയം എന്നിവർ നിങ്ങളോട് സംസാരിക്കുന്നു. Although everything may seem stacked against you, God is on your side. He knows who you are, where you're from, and what you're up against. He will help you and deliver you. God bless you. യേശുവിനെ അടക്കം ചെയ്ത കല്ലറ ഇന്ന് ശൂന്യമാണ്. അവനെ ക്രൂശിച്ചതിന്റെ 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും ജീവിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാൻ അവൻ ആഗ്രഹിക്കുന്നു. യേശു തന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ രക്ഷിതാവിന് സ്വാഗതവും സ്വീകരണവും നൽകുവാൻ സന്നദ്ധരാകുമെങ്കിൽ സമാധാനവും സായുജ്യവും സുനിശ്ചിതമാണ്. രാസായുധങ്ങളും ജൈവായുധങ്ങളും ജാഗ്രതയോടെ ജീവിപ്പിക്കുന്ന രാജ്യങ്ങൾ, അണുവായുധങ്ങളുടെ അണിയറ ഒരുക്കത്തിന് പാടുപെടുന്ന പട്ടാള മേധാവികൾ, ഭീകരാക്രമണത്താൽ ഭീതിയിലാണ്ടുപോകുന്ന ലോകം, മനുഷ്യതിന്മയാൽ മനസ്സുമരവിക്കുന്ന സ്ഥിതിവിശേഷം. ഇനി എന്ത്? നാം എങ്ങോട്ട്? സമാധാനത്തിന്റെ കതിരൊളി കാണുവാൻ കഴിയുമോ? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് സകലർക്കും സുവ്യക്തമായ മറുപടി കണ്ടെത്തുവാൻ ഇതാ ഒരു സൗജന്യ സമ്മാനം.
150 ചോദ്യങ്ങൾക്ക് ബൈബിളിന്റെ ഉത്തരം, കൂടാതെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ആസ്വദിക്കുവാൻ ഉതകുന്ന മറ്റൊരു പുസ്തകം, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക്. No one can go back and make a brand new start, but you can start from now and make a brand new ending. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം പറയുന്നു: കോട്ടയം 11. ഞങ്ങളുടെ മൊബൈൽ നമ്പർ ശ്രദ്ധിച്ചാലും 9495446029. ഇമെയിൽ അഡ്രസ് peacetract@gmail.com. ലോകത്തിലെ പ്രധാനപ്പെട്ട ഭാഷകളിൽ സമാധാന സന്ദേശം വായിച്ചറിയുക. സന്ദർശിക്കുക www.peaceministry.org. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.